നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാപ്പ് വാഷർ ആർ യൂസ്ഡ് ഫോർ ഡാഷ്. ടാപ്പ് വാഷർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനാണ് ലോക്കിംഗ് ദി നട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി അതിന് ടാപ്പ് വാഷർ യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതായത് ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് ഉത്തരം വിക്ഫീഡ് ലൂബ്രിക്കേറ്ററാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെഷീൻ എലമെൻറ്റ് വിച്ച് കൺട്രോൾ ദി സീക്വൻസ് ഓപ്പറേഷൻ ഇൻ ഓട്ടോ ടെറക്ട് ലേത്ത് ഈസ് ഡാഷ്. അതായത് ഓട്ടോ ടെറക്ട് ലേത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്ന എലമെൻറ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെന്ന് വെച്ചാൽ ക്യാം ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ അലോയ് എലമെൻറ്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ മെയിൻ അലോയ് എലമെൻറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെന്ന് വെച്ചാൽ ടങ്സ്റ്റൺ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്ത് മാൻഡ്രിൽ ക്യാൻ ബി ടേംഡ് ആസ് എ ഡാഷ്. അതിൻ്റെ ഉത്തരം ഫിക്സ്ചർ എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബെയറിംഗ് ഈസ് യൂസ്ഡ് ടു ടേക്ക് ഹെവി ആക്സിൽ ലോഡ്. അതായത് ഹെവി ആക്സിൽ ലോഡ് താങ്ങാൻ കഴിയുന്ന ബെയറിംഗ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. താഴത്തെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ. ഹെവി ഏതാണ്? ടാപ്പ് റോളർ ബെയറിംഗ് ആണ്. ടാപ്പ് റോളർ ബെയറിംഗ് ആണ് എന്തിന് ഹെവി ആക്സിൽ ലോഡൊക്കെ താങ്ങുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പുള്ളി ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഡിഫറെൻറ്റ് സ്പീഡ് റേഷ്യോ ഓഫ് ഡാഷ്. അതിൻ്റെ ഉത്തരം സ്റ്റെപ്പ്ഡ് പുള്ളിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂക്സ് ലോ ഈസ് അസോസിയേറ്റ് വിത്ത് ഡാഷ്. ഹൂക്സ് ലോ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സുമായിട്ട് അസോസിയേറ്റ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കീ മേ ബി സ്ക്രൂഡ് ടു ദി ഷാഫ്റ്റ്. അതിൻ്റെ ഉത്തരം ഫെയ്ത്തർ എന്നാണ് പറയുക. ഡി ആണ് കറക്റ്റ് ആൻസർ, ഫെയ്ത്തർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഷാഫ്റ്റ് എൻ ആർ എൻഡർ ഡ്രിൽ ഹോൾ. അതായത് ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ഡ്രിൽ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തിനാണ് വെച്ചാൽ സപ്പോർട്ടിംഗ് ജോബ് ബിറ്റ്വീൻ ദി സെൻറ്റർ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാപ്പ് വാഷർ ആർ യൂസ്ഡ് ഫോർ ഡാഷ്. ടാപ്പ് വാഷർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തിനാണ് വെച്ചാൽ ലോക്കിംഗ് ദി നട്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ മൈക്രോമീറ്റർ ഈസ് ഡാഷ്. വെർനിയർ മൈക്രോമീറ്റർ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 0.001 mm ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് കാർബൺ വിത്ത് അയൺ ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം സിമറ്റൈറ്റ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൽ മെറ്റൽ ഈസ് അലോയ് ഓഫ് ഡാഷ്. അതായത് ബെൽ മെറ്റലിൻ്റെ അലോയ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയാണ് ബെൽ മെറ്റൽ എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാപ്പർ ഓൺ ഡയാമീറ്റർ ഈസ് ആൾവേസ് 1:20. അതായത് നമ്മുടെ സാധാ ടാപ്പർ ഉണ്ടല്ലോ, ടാപ്പറിൻ്റെ ഡയമീറ്റർ 1:20 വരുന്നത് ഏത് ടാപ്പറാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് വെച്ചാൽ മെട്രിക് ടാപ്പറാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദി റേഡിയസ് ഓഫ് ഫില്ലറ്റ് ഗേജ് ആർ അവൈലബിൾ ഇൻ സൈസ് റേഞ്ച് ഓഫ് ഡാഷ്. അതായത് ഫില്ലറ്റ് ഗേജിൻ്റെ സൈസ് റേഞ്ച് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ളത്. അതിനെത്ര വെച്ചാൽ 0.6 to 25 mm വരയ്ക്ക്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക്. വിറ്റ്നസ് മാർക്കാണ് യൂസ് ചെയ്യുന്ന പഞ്ച് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഡോട്ട് പഞ്ചാണ് വിറ്റ്നസ് മാർക്ക് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 yard ഈസ് ഈക്വൽ ടു ഡാഷ്. 1 yard വന്ന് എത്രയാണ് ചോദിച്ചാൽ 36 ഇഞ്ചാണ് 1 yard എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രിൻസിപ്പൾ ഓഫ് സൈൻ ബാർ ഈസ് യൂസ്ഡ് ഓൺ ദി ഡാഷ്. അതായത് സൈൻ ബാറിൻ്റെ പ്രിൻസിപ്പൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതെന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫ്ലൈ പ്രസ് പെൻ ക്യാപ്പ് ഹാവ് ഡാഷ്. അതിൻ്റെ ഉത്തരം മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് എംബഡിങ് ദി അബ്രസീവ് ഗ്രെയിൻ ഓൺ ലാപ്പിംഗ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം ചാർജിങ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ഗ്യാസ് വെൽഡിംഗ് ദി ആംഗിൾ ഓഫ് ദി നോസിൽ ഹോൾഡിംഗ് വെൽഡിംഗ് ലൈൻസ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം 60 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരയ്ക്ക്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ചീഫ് അലോയ് എലമെൻറ്റ് ഓഫ് കാർബൈഡ്
ടൂൾ ഈസ് ഡാഷ്. അതായത് കാർബൈഡ് ടൂളിൻ്റെ ചീഫ് അലോയ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. എന്ന് വെച്ചാൽ കാർബണും ടങ്സ്റ്റണുമാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈപ്പ് ഓഫ് ജിഗ് യൂസ്ഡ് ഫോർ ലൊക്കേഷൻ ഫ്രം ദി ബോർ ഈസ് ദി ഡാഷ്. അതിൻ്റെ ഉത്തരം പോസ്റ്റ് ജിഗ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടൻറ്റ് ഇൻ കാസ്റ്റ് അയൺ ഈസ് ഡാഷ്. അതായത് കാസ്റ്റ് അയണിലെ കാർബൺ കണ്ടൻറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? അതിൻ്റെ ഉത്തരം 2 മുതൽ 4% വരെയ്ക്ക്. സി ആണ് കറക്റ്റ് ആൻസർ. ദി മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് കാഡ്മിയം ഈസ് ഡാഷ്. അതായത് കാഡ്മിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് എത്രയാണ്? 320 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രിക്ഷൻ ഈസ് റേതർ ലോ. അതിൻ്റെ ഉത്തരം ഗ്യാസ് ഫ്രിക്ഷൻ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കട്ടിംഗ് ആംഗിൾ ഓഫ് ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഈസ് ബിറ്റ്വീൻ ഡാഷ്. അതായത് ഹാഫ് റൗണ്ട് സ്ക്രാപ്പറിൻ്റെ കട്ടിംഗ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 45 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരയ്ക്ക്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്ലെയിം ഡസ് നോട്ട് ഹാവ് ബാഡ് ഇഫക്റ്റ് ഓൺ മെറ്റൽസ് ബൈ വെൽഡ്. അതിൻ്റെ ഉത്തരം നാച്ചുറൽ ഫ്ലെയിമാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിപ്രഷൻ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വെൽഡ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്രൈറ്റർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനോഡ് മെറ്റീരിയൽസ് ആർ ഇൻസോലുബിൾ. അതിൻ്റെ ഉത്തരം ക്രോമിയമാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് ടു അസ്റ്റനേറ്റ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് കാർബറൈസിങ്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്യാസ് കാർബറേഷന് യൂസ് ചെയ്യുന്നത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥൈൻ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ball bearing are most widely used to all the bearing the width of the ball bearing is dash. അതിൻ്റെ ഉത്തരം smaller than bore diameter. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്വേജ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. നമ്മുടെ സ്വേജ് ബ്ലോക്ക് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം മാലബിൾ കാസ്റ്റ് അയൺ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി പൈപ്പ് അസംബ്ലി ദി ഹെം പാക്ക് ഈസ് യൂസ്ഡ് ഡാഷ്. അതായത് പൈപ്പ് അസംബ്ലിനകത്ത് ഹെം പാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ടു അവോയ്ഡ് ലീക്കേജ്. ആ ലീക്കേജ് എന്തിനാണ്? അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സർക്ലിപ്സ് ഈസ് ദി എക്സാമ്പിൾ ഫോർ ദി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്പ്രിങ്. അതിൻ്റെ ഉത്തരം ലീഫ് സ്പ്രിങ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് ഹാർഡ്നെസ് ഓഫ് HSS മില്ലിംഗ്. HSS മില്ലിങ്ങിൻ്റെ ഹാർഡ്നെസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 62 HRC ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദി ത്രെഡിങ് ടൂൾ റീച്ച് ദി എൻഡ് ഓഫ് ദ ത്രെഡ് ടു ടൂൾ ഷുഡ് ബി ഡാഷ്. അതിൻ്റെ ഉത്തരം withdrawn while the tool is taking cut. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാപ്പർ ഈസ് യൂസ്ഡ് ഓൺ സ്പിൻഡിൽ നോസ് ഓഫ് ദി ലേത്ത് ഹെഡ് സ്റ്റോക്ക്. അതിൻ്റെ ഉത്തരം മോസ് ടാപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ബിയറിംഗ് ഈസ് ഫിറ്റഡ് ടു ടൈറ്റ് ദി ഇൻറ്റേർണൽ റേഡിയൽ ക്ലിയറൻസ് വിൽ ബി ഡാഷ്. അതിൻ്റെ ഉത്തരം റെഡ്യൂസ്ഡ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റഫ് അയൺ ഈസ് മെയ്ഡ് ഫ്രം ഡാഷ്. റഫ് അയൺ എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പുഡ്ലിംഗ് ഫർണസ് നിന്നാണ് റഫ് അയൺ ഉണ്ടാക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻഡിങ് ഓഫ് എ റോപ്പ് ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ബൈറ്റ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതെന്ന് വെച്ചാൽ കാരിയറാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ പർപ്പസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ് ആർ യൂസ്ഡ് ഇൻ ഡാഷ്. അതിൻ്റെ ഉത്തരം ലൈൻ ലേഔട്ട് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ആക്ച്വേറ്റർ ഇൻ എ ഹൈഡ്രോളിക് സിസ്റ്റം. അതിൻ്റെ ഉത്തരം സിലിണ്ടറാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ഓവർഹാളിംഗ് ആൻഡ് റീകണ്ടീഷനിങ് ഓഫ് മെഷീൻ. അതിൻ്റെ ഉത്തരം
പീരിയോഡിക് അസെപ്റ്റൻസ് ടെസ്റ്റ് എ ആണ് കറക്റ്റ് ആൻസർ.